സോ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബയോളജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ബയോളജിയുടെ ചാപ്റ്റർ 5 കുറച്ച് ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ ഉത്തരമായിട്ടാണ് വന്നിരിക്കുന്നത്. ചാപ്റ്റർ 5 ആയ പ്രതിരോധത്തിൻ്റെ കാവലാളുകൾ അഥവാ സോൾജേഴ്സ് ഓഫ് ഡിഫൻസിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കാണുക. അതുകൊണ്ട് നിങ്ങൾക്ക് ബയോളജിയിൽ കുറച്ച് പുതിയ ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിചയപ്പെടാനുള്ള അവസരമാണ് ലഭിക്കുന്നത്. സോ നമുക്ക് അധികം വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചോദ്യം എന്ന് പറഞ്ഞൊരു പട്ടിക പൂരിപ്പിക്കാനാണ്. കംപ്ലീറ്റ് ദ ഗിവൺ ടേബിൾ സ്യൂട്ടബിളി. ചുവടെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. ഇവിടെ നമുക്ക് ബ്ലഡ് ഗ്രൂപ്പ്, ആൻറ്റിജൻസ്, ആൻറ്റിബോഡി അഥവാ രക്തഗ്രൂപ്പ്, ആൻറ്റിജനുകൾ, ആൻറ്റിബോഡി എന്നിങ്ങനെ 3 ബോക്സുകളായി തിരിച്ചിരിക്കുന്ന ഒരു പട്ടിക കാണാം. ബ്ലഡ് ഗ്രൂപ്പിൽ ബി പോസിറ്റീവ് എന്ന് കൊടുത്തിട്ടുണ്ട്, രക്തഗ്രൂപ്പിൽ ബി പോസിറ്റീവ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആൻറ്റിജൻ ഇവിടെ ബി എന്നും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബി അല്ലാതെ മറ്റൊരു ആൻറ്റിജനെയും അതുപോലെ തന്നെ ഒരു ആൻറ്റിബോഡിയെ കണ്ടെത്തണം. അതിനു വേണ്ടി നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് ഈ ഒരു ബോക്സ് ആണ്. ഈ ഒരു ബോക്സ് വിവിധ തരം രക്തഗ്രൂപ്പുകളെ കുറിച്ച് പറയുന്ന ഈ ഒരു ബോക്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. രക്തഗ്രൂപ്പ് എയിലെ ആൻറ്റിജൻ എയും ആൻറ്റിബോഡി സ്മോൾ ബിയുമാണ്. രക്തഗ്രൂപ്പ് ബിയിലെ ആൻറ്റിജൻ ബിയും ആൻറ്റിബോഡി സ്മോൾ എയുമാണ്. രക്തഗ്രൂപ്പ് എ ബിയിലെ ആൻറ്റിജൻ എയും ബിയും ആൻറ്റിബോഡി ഇല്ല. രക്തഗ്രൂപ്പ് ഒയിലെ ആൻറ്റിജൻ ഇല്ല, ആൻറ്റിബോഡികൾ എയും ബിയുമാണ്. നമുക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിലെ ഉത്തരം എ ആണ്. നമ്മുടെ ചോദിച്ചിരിക്കുന്ന ആൻറ്റിബോഡി അത് എ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ആൻറ്റിജനും കൂടെ അറിയണം. നമുക്ക് ബി മാത്രമല്ല മറ്റൊരു ആൻറ്റിജനും കൂടെ നമുക്ക് അറിയാനുണ്ട്. ഇത് പക്ഷേ ഇവിടെ തന്നിട്ടില്ല. ഇവിടെ നമുക്ക് ബി മാത്രമേ ആൻറ്റിജനായിട്ട് തന്നിട്ടുള്ളൂ. അവിടെ നിങ്ങൾ ഇതിൻ്റെ കൂടെ നൽകിയിരിക്കുന്ന ഈ ഒരു പാരഗ്രാഫ് കൂടെ വായിച്ചു നോക്കുക. അരുണ രക്താണുവിൻ്റെ ഉപരിതലത്തിലുള്ള എ ബി എന്ന ആൻറ്റിജനുകളുടെ സാന്നിധ്യമാണ് രക്തത്തെ ഗ്രൂപ്പുകളാക്കുന്നതിനാധാരം. The basis of blood grouping is the presence of antigen A and antigen B in red blood cells. The blood group of a person is named according to the antigen present in that person's blood. ഇതിൽ ഏത് ആൻറ്റിജൻ ആണോ ഒരാളുടെ രക്തത്തിലുള്ളത് ആ ആൻറ്റിജന്റെ പേരാണ് രക്തഗ്രൂപ്പിന് നൽകുക. പ്ലാസ്മയിൽ കാണപ്പെടുന്ന ചില ആൻറ്റിബോഡികൾക്ക് രക്തനിവേശനത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. In blood transfusion, certain antibodies present in the blood plasma are of special importance. In blood group A, antibody B and in group B, antibody A are present. A ഗ്രൂപ്പ് രക്തത്തിൽ ആൻറ്റിബോഡി ബിയും ബി ഗ്രൂപ്പ് രക്തത്തിൽ ആൻറ്റിബോഡി എയുമാണുള്ളത്. എ ബി ആൻറ്റിജനുകളെ കൂടാതെ ചില വ്യക്തികളുടെ അരുണ രക്താണുവിൻ്റെ കോശസ്തരത്തിൽ ആൻറ്റിജൻ ഡി അഥവാ RH ഘടകവും ഉണ്ടാകാം. ഇവിടെയാണ് നമ്മൾ പറഞ്ഞ പോയിന്റ് ഉള്ളത്. എ ബി ആൻറ്റിജനുകളെ കൂടാതെ ചില വ്യക്തികളുടെ അരുണ രക്താണുവിലുള്ള കോശസ്തരത്തിൽ ആൻറ്റിജൻ ഡി അഥവാ RH ഘടകവും ഉണ്ടാകാം. In addition to antigen A and B, another antigen called D or RH factor is present in the cell membrane of red blood cells of certain person. The blood group in which RH factor is present are non-positive blood groups, and those without RH factor are called negative blood groups. RH ഘടകമുള്ള രക്തഗ്രൂപ്പുകൾ പോസിറ്റീവ് എന്നും ഇല്ലാത്തവ നെഗറ്റീവ് എന്നും അറിയപ്പെടുന്നു. സോ ഇനി ഇവിടെ നിന്ന് വരാൻ പോകുന്ന മറ്റൊരു ചോദ്യമാണ്, എല്ലാവർക്കും എല്ലാ ഗ്രൂപ്പ് രക്തവും സ്വീകരിക്കാൻ കഴിയില്ല എന്തുകൊണ്ട് എന്ന് പറയുന്നൊരു ചോദ്യം. എവരി വൺ കനോട്ട് റിസീവ് ബ്ലഡ് ഫ്രം ഓൾ ബ്ലഡ് ഗ്രൂപ്പ്സ് ആൻഡ് വൈ എന്ന് പറയുന്നൊരു ചോദ്യം നിങ്ങൾക്ക് ഇവിടെ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇങ്ങനൊരു ചോദ്യം വന്നാൽ നിങ്ങൾ ഉത്തരം എഴുതേണ്ടത് ഈ ഒരു പാരഗ്രാഫ് മുഴുവനാണ്. ഈ ഒരു പാരഗ്രാഫ് മുഴുവനാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഒരാളുടെ രക്തത്തിൽ സ്വാഭാവികമായി കാണപ്പെടാത്ത ആൻറ്റിജനുകൾ എത്തിയാൽ അത് പ്രതിരോധ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. അനുയോജ്യമല്ലാത്ത രക്തം സ്വീകരിക്കുമ്പോൾ ദാതാവിൻ്റെ രക്തത്തിലെ ആൻറ്റിജനും സ്വീകർത്താവിൻ്റെ രക്തത്തിലെ ആൻറ്റിബോഡിയും തമ്മിൽ പ്രതിപ്രവർത്തിച്ച് രക്തക്കട്ട രൂപപ്പെടുന്നു. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ ഗ്രൂപ്പ് രക്തവും സ്വീകരിക്കാൻ കഴിയില്ല. When a foreign antigen reaches one's blood, it stimulates the defense mechanism. All receiving unmatched blood, the antigen present in the donor's blood and the antibody present in the recipient blood will react with each other and form a blood clot. Hence, everyone cannot receive blood from all blood groups. So, അടുത്ത ഒരു ചോദ്യമാണ്. Answer the following questions. Fill up the flow chart related to fever suitably. മലയാളത്തിലും ചോദ്യമുണ്ട്. പനിയുമായി ബന്ധപ്പെട്ട നൽകിയ ഫ്ലോ ചാർട്ട് ഉചിതമായി
ചാർട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഫ്ലോ ചാർട്ട് ഉചിതമായ രീതിയിൽ പൂരിപ്പിക്കുക എന്നാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. പാത്തജൻസ് എൻ്റർ ദ ബോഡി, പാത്തജൻസ് പ്രൊഡ്യൂസ് ഡാഷ്, വൈറ്റ് ബ്ലഡ് സെൽസ് ആർ സ്റ്റിമുലേറ്റഡ്, വൈറ്റ് ബ്ലഡ് സെൽ പ്രൊഡ്യൂസ് ഡാഷ്, ബോഡി ടെമ്പറേച്ചർ റൈസസ്. രോഗാണുക്കൾ ശരീരത്തെ പ്രവേശിക്കുന്നു, രോഗാണുക്കൾ ഡാഷ് പുറപ്പെടുവിക്കുന്നു, ശ്വേതരക്താണുക്കൾ ഉത്തേജിപ്പിക്കപ്പെടുന്നു, ശ്വേതരക്താണുക്കൾ ഡാഷ് പുറപ്പെടുവിക്കുന്നു, ശരീര താപനില ഉയരുന്നു. ഇതിന്റെ ബി ക്വസ്റ്റ്യൻ ആണ് ശരീര താപനില ഉയരുന്നത് കൊണ്ടുള്ള 2 പ്രയോജനങ്ങൾ എഴുതുക എന്നത്. റൈറ്റ് 2 അഡ്വാൻറ്റേജസ് ഓഫ് റൈസ് ഇൻ ബോഡി ടെമ്പറേച്ചർ. ശരീര താപനില കൂടുന്നത് കൊണ്ടുള്ള 2 പ്രയോജനങ്ങൾ എഴുതുക എന്നാണ്. ഇവിടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഈ ഒരു ഫ്ലോ ചാർട്ടാണ്. ഈ ഒരു ഫ്ലോ ചാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒരു ചോദ്യം ഉറപ്പാണ്. ഓക്കെ, നിങ്ങൾ പഠിച്ചു നോക്കുക. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുന്നു, ഫസ്റ്റ് പോയിന്റ് ആണ്. രോഗാണുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിഷവസ്തുക്കളുടെ സാന്നിധ്യം ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു, സെക്കൻഡ് പോയിന്റ്. ശ്വേതരക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാസവസ്തുക്കൾ ശരീര താപനില ഉയരാൻ കാരണമാകുന്നു, തേർഡ് പോയിന്റ്. ശരീര താപനില ഉയരുന്നത് രോഗാണുക്കളുടെ പെരുകൽ നിരക്ക് കുറയ്ക്കുകയും ഫാഗോസൈറ്റോസിസിന്റെ ഫലപ്രാപ്തി കൂട്ടുകയും ചെയ്യുന്നു, നാലാമത്തെ പോയിന്റ്. Pathogens enter the body, first point. The presence of toxins produced by the pathogens stimulate the white blood cells, രണ്ടാമത്തെ point. The chemical substances produced by the white blood cells raises the body temperature, third point. The rise in the body temperature reduces the rate of multiplication of pathogens, increase the effect of phagocytosis, നാലാമത്തെ point. ഈ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് വരുന്ന ഉത്തരം എന്ന് പറയുന്നത് രോഗാണുക്കൾ വിഷവസ്തുക്കളെ ഉത്തേജിപ്പിക്കുന്നു, അഥവാ പാത്തജൻസ് പ്രൊഡ്യൂസസ് ടോക്സിൻസ്. ഇതാണ് അവിടെ ഫസ്റ്റ് വരുന്ന ഉത്തരം. രണ്ടാമത് വരുന്ന ഉത്തരം ശ്വേതരക്താണുക്കൾ രാസവസ്തുക്കളെ ഉത്തേജിപ്പിക്കുന്നു, അഥവാ വൈറ്റ് ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസസ് കെമിക്കൽ സബ്സ്റ്റൻസസ്. ഇതാണ് ഉത്തരം. നമ്മുടെ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് 2 അഡ്വാൻറ്റേജസ് ഓഫ് റൈസ് ഇൻ ബോഡി ടെമ്പറേച്ചർ എന്നാണ്. ശരീര താപനില ഉയരുന്നത് കൊണ്ടുള്ള 2 പ്രയോജനങ്ങൾ എഴുതാനാണ്. അവിടെ നിങ്ങൾ എഴുതി വെക്കേണ്ടത് ഫ്ലോ ചാർട്ടിലെ 4ാമത്തെ പോയിന്റ് ആണ്. ശരീര താപനില ഉയരുന്നത് രോഗാണുക്കളുടെ പെരുകൽ നിരക്ക് കുറയ്ക്കാനും ഫാഗോസൈറ്റോസിസിന്റെ ഫലപ്രാപ്തി കൂട്ടാനും. രോഗാണുക്കളുടെ പെരുകൽ നിരക്ക് കുറയ്ക്കാനും ഫാഗോസൈറ്റോസിസ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചതാണ്. ഫാഗോസൈറ്റോസിസിന്റെ ഫലപ്രാപ്തി കൂട്ടാനും സഹായിക്കും. സോ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഓർക്കുക, ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നല്ലപോലെ വായിച്ചു വെക്കുക. ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യുന്നതായിരിക്കും. ഇത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. SSLC പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ അയച്ചു കൊടുക്കുക. അപ്പം ഇതുപോലത്തെ അടുത്ത ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ വീണ്ടും കാണാം. ബൈ.